അടുത്തതായിട്ട് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് അഡ്മിഷൻ. അപ്പോൾ സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ എങ്ങനെയൊക്കെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ളത് നോക്കാം. അതിൽ മേജറായിട്ട് 3 ഹെഡിങ്സ് ആണുള്ളത്. വോളണ്ടറി അഡ്മിഷൻ, അഡ്മിഷൻ അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്, അഡ്മിഷൻ അണ്ടർ അതോറിറ്റി ഓർ ഓർഡർ, അങ്ങനെയുള്ള 3 ഹെഡിങ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വോളണ്ടറി അഡ്മിഷൻ. എന്താണ് വോളണ്ടറി അഡ്മിഷൻ? അതായത് ഒരു വ്യക്തി വോളണ്ടറിലി വില്ലിങ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ട്, മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഒരു റിക്വസ്റ്റ് മെഡിക്കൽ ഓഫീസറിന് കൊടുക്കുന്നു. എനിക്ക് ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, അപ്പോൾ എന്നെ ഇൻപേഷ്യൻ്റായിട്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് ഉള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുകയും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഒരു എൻക്വയറി നടത്തുക. അതായത് ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ലെവൽ, അതായത് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് ഹിസ്റ്ററി, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സൈക്യാട്രിസ്റ്റിൻ്റെ, അതായത് സൈക്യാട്രിസ്റ്റാണ് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവർ ഇപ്പോൾ പേഷ്യൻറ്റിനെ ഇൻപേഷ്യൻ്റ് ആക്കി വെക്കേണ്ടത് ഉണ്ട് എന്ന് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ അയാളെ അഡ്മിഷന് വേണ്ടി അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് വോളണ്ടറി അഡ്മിഷൻ. അതായത് റിക്വസ്റ്റ് ബൈ എ മേജർ ഓർ ഗാർഡിയൻ ഓഫ് എ മൈനർ. അതായത് 18 years താഴെയാണെങ്കിൽ സ്വന്തമായിട്ട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗാർഡിയൻ്റെ റിക്വസ്റ്റാണ് അവിടെ ആവശ്യം. അപ്പോൾ ഗാർഡിയൻ അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നു ഫോർ അഡ്മിഷൻ ടു മെഡിക്കൽ ഓഫീസർ. ദ മെഡിക്കൽ ഓഫീസർ മേക്സ് എൻക്വയറീസ് വിത്തിൻ 24 hours. അതായത് 24 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ ഓഫീസർ വേറെ സൈക്യാട്രിസ്റ്റിനെ ചുമതലപ്പെടുത്തുന്നു ഇൻ ഓർഡർ ടു take a detailed history of the patient, and if the psychiatrist who examines the patient is satisfied with his symptoms, or the person feels that he need to be get admitted in the hospital as an inpatient, he will recommend that patient to the medical officer, and the medical officer will make that admission. That is known as admission under voluntary basis. Okay. നെക്സ്റ്റ് ഈസ് അഡ്മിഷൻ അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. അതായത് വില്ലിങ്നെസ് ഇല്ലാത്ത, അല്ലാതെ സ്വയം ഇച്ഛയില്ലാതെ, അല്ലാതെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിനെയാണ് നമ്മൾ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്, ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിനെയാണ് നമ്മൾ അഡ്മിഷൻ അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നത്. പേഷ്യൻ്റ് ഈസ് അൺവില്ലിങ് ഓർ അൺഎബിൾ ടു മേക്ക് റിക്വസ്റ്റ് for admission. A relative makes an application on behalf of the patient to the medical officer. Okay, മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് എൻക്വയറി നടത്തുകയും സൈക്യാട്രിസ്റ്റ് ആ വ്യക്തിയുടെ ഡീറ്റെയിൽ ഹിസ്റ്ററി, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എല്ലാം എടുത്ത് പേഷ്യൻറ്റിന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സൈക്യാട്രിസ്റ്റ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ദ പേഴ്സൺ ഈസ് ഡീറ്റെയിൻഡ് ആസ് ആൻ ഇംപേഷ്യൻ്റ് ഇൻ ടു ദി ഹോസ്പിറ്റൽ. അപ്പോൾ പല കേസുകളിലും പലരും ഇങ്ങനെയുള്ളവരെ നോക്കുന്നതിന്, അല്ലെങ്കിൽ പലർക്കും സൈക്യാട്രിക് പ്രോബ്ലം ഇല്ലാതെ പോലും എന്തെങ്കിലും പ്രോപ്പർട്ടി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ മൂലം പലരെയും ഹോസ്പിറ്റലിലേക്ക് സൈക്യാട്രിക് ഡിസോർഡർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അവരെ അഡ്മിറ്റ് ചെയ്ത് സ്വത്ത് തർക്കം, ഇങ്ങനെയുള്ള പല രീതിയിലും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തുകയും അതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ വ്യക്തിയെ ഇൻപേഷ്യൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് അഡ്മിഷൻ അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. മൂന്നാമതാണ് അഡ്മിഷൻ അണ്ടർ അതോറിറ്റി ഓർ ഓർഡർ. അതായത് സ്പെസിഫിക് ഓർഡറോ അതോറിറ്റിയോ മൂലം അക്സെപ്റ്റ് ചെയ്യുന്ന, ഇൻപേഷ്യൻ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കേസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് 4 രീതിയിലുണ്ട്. റിസപ്ഷൻ ഓർഡർ ഓൺ ആപ്ലിക്കേഷൻ, റിസപ്ഷൻ ഓർഡർ ഓൺ പ്രൊഡക്ഷൻ ഓഫ് എ മെൻ്റലി ഇൽ പേഴ്സൺ ബിഫോർ എ മജിസ്ട്രേറ്റ്, റിസപ്ഷൻ ഓർഡർ ആഫ്റ്റർ ഇൻക്വസ്റ്റ്, അഡ്മിഷൻ ആൻഡ് ഡിറ്റൻഷൻ ഓഫ് എ മെൻ്റലി ഇൽ പ്രിസണർ. അപ്പോൾ അങ്ങനെ 4 രീതിയിലാണ് അഡ്മിഷൻ അണ്ടർ
അതോറിറ്റി ഓർ ഓർഡറിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് റിസപ്ഷൻ ഓർഡർ ഓൺ ആപ്ലിക്കേഷൻ. അത് എങ്ങനെയാണ്? അപ്പോൾ ആപ്ലിക്കേഷൻ ഈസ് മെയ്ഡ് ബൈ ദി റിലേറ്റീവ് ഓർ ഫ്രണ്ട് ടു ദി മജിസ്ട്രേറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു പേഷ്യൻറ്റിനെ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആപ്ലിക്കേഷനെ സപ്പോർട്ടായിട്ട് മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആവശ്യമാണ്. അപ്പോൾ അത് മജിസ്ട്രേറ്റ് അതെല്ലാം ചെക്ക് ചെയ്യുകയും അതുകൂടാതെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എൻക്വയറി തന്നെ അവിടെ നടക്കുന്നുണ്ട്. ദെൻ ദ മജിസ്ട്രേറ്റ് ഒബ്റ്റെയിൻസ് കൺസെൻറ്റ് ഫ്രം ദി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഫ്രം ദി മെൻ്റൽ ഹോസ്പിറ്റൽ. ദെൻ ദ അഡ്മിഷൻ ഈസ് മെയ്ഡ്. അതിനുശേഷം പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് മജിസ്ട്രേറ്റ് ഓർഡർ ഇടുകയാണ്. ഓക്കെ. ദെൻ റിസപ്ഷൻ ഓർഡർ ഓൺ പ്രൊഡക്ഷൻ ഓഫ് എ മെൻ്റലി ഇൽ പേഴ്സൺ ബിഫോർ എ മജിസ്ട്രേറ്റ്. അതായത് ആദ്യത്തെ കേസിലെ പ്രശ്നം ആ വ്യക്തിനെ പേഷ്യൻറ്റിനെ ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവുകയില്ല. അത് പേഷ്യൻറ്റിനെ മെഡിക്കൽ ഓഫീസറിൻ്റെ മുമ്പിലായിരിക്കും കാഴ്ച അല്ലെങ്കിൽ കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ പേഷ്യൻറ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ, അതായത് പല കേസിൽ കൊണ്ടുവരാം. അതായത് റിലേറ്റീവ്സ് കൊണ്ടുവരാം, അല്ലാതെ ഒരു വഴിയിലൂടെ തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ ആ വ്യക്തിനെ ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു സേഫ്റ്റി ബേസിലാണ്, സൊസൈറ്റിയുടെ സേഫ്റ്റി ബേസിലാണ്. അതുകൂടാതെ സോഷ്യൽ വർക്കേഴ്സ്, NGOs ഒക്കെ അവർ എന്തെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാം. അപ്പോൾ മെൻ്റലി ഇൽ പേഷ്യൻ്റ് എക്സിബിറ്റിംഗ് വയലൻ്റ് ബിഹേവിയർ ഡിറ്റൈൻഡ് ബൈ പോലീസ് ഓഫീസർ, അങ്ങനെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കോർട്ട് വിത്തിൻ 24 hours ഓഫ് ഡിറ്റൻഷൻ. അതായത് കസ്റ്റഡിയിൽ വളരെ നാളുകളൊന്നും വെക്കാൻ പാടില്ല. നമ്മൾ അലഞ്ഞിരിക്കുന്ന ആളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് മെഡിക്കൽ ഓഫീസറിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് തന്നെ ഒരു ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് എൻക്വയറിക്ക് വേണ്ടി ഓർഡർ ഇടുകയും ഇഫ് ദ ഡോക്ടർ ഓർ ദ സൈക്യാട്രിസ്റ്റ് confirm that he is having some psychiatric disorder, then the magistrate issues an order for reception. Okay. അടുത്തതാണ് റിസപ്ഷൻ ഓർഡർ ആഫ്റ്റർ ഇൻക്വസ്റ്റ് ഓഫ് എ മെൻ്റലി ഇൽ പേഷ്യൻറ്റ് ബൈ ദി ഡിസ്ട്രിക്ട് കോർട്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിസ്താരണം തന്നെ, അതൊരു വിചാരണ എന്നൊക്കെ നമുക്ക് പറയാം. അവരെക്കുറിച്ച് ഒരു വിചാരണ നടത്തി കോർട്ടിൽ ട്രയലുകൾ നടത്തി അതിനുശേഷം ഒരു ഡീറ്റെയിൽ എക്സാമിനേഷന് ശേഷം ആ വ്യക്തിനെ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സച്ച് പേഴ്സൺ ഡിസ്ട്രിക്ട് കോർട്ട് ഡയറക്ട്സ് ഫോർ അഡ്മിഷൻ ഈസ് മെയ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഡിസ്ട്രിക്ട് കോർട്ട് ആ വ്യക്തിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഉത്തരവിടുന്നതിന് മുമ്പായിട്ട് സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു കൺഫർമേറ്ററി ഓർഡർ അനിവാര്യമാണ്. ഓക്കെ. അപ്പോൾ ദീസ് ആർ ദി മേജർ ടൈപ്സ്. അതുകൂടാതെ ഒരെണ്ണമാണ് അഡ്മിഷൻ ആൻഡ് ഡിറ്റൻഷൻ ഓഫ് എ മെൻ്റലി ഇൽ പ്രിസണർ. അതായത് ഒരു മെൻ്റലി ഇൽ പ്രിസണർ പല രീതിയിലുള്ള പ്രിസണേഴ്സ് ഉണ്ടാകാം. ഒന്ന്, ട്രയൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ വിചാരണ നടക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കേസസ് ഉണ്ടാകും. അതുകൂടാതെ ഒരു വ്യക്തി പ്രിസണിൽ അല്ലെങ്കിൽ പ്രിസൺ ആയിക്കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം സൈക്യാട്രിക് സിംറ്റംസ് എക്സിബിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള 2 കേസസ് ഉള്ളപ്പോൾ ഒന്നാമത്തെ കേസാണ് ഒരു വ്യക്തി ട്രയൽ അല്ലെങ്കിൽ വിചാരണ നേരിടുമ്പോൾ പ്രശ്നമുണ്ട് എങ്കിലും അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളൊരു ഡീറ്റെയിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയതിന് ശേഷം പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും പേഷ്യൻ്റ് എപ്പോഴാണോ വിചാരണ നേരിടാൻ അല്ലെങ്കിൽ ട്രയൽസ് ഫേസ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട് എന്ന് തീർച്ചപ്പെടുന്ന സമയത്ത് അവരെ കൊണ്ടുവന്ന് ബാക്കിയുള്ള വിചാരണയുടെ കണ്ടിന്യൂവേഷൻ നടക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൂടാതെ ഉള്ളതാണ് ഈ പ്രിസണർ. അതായത് പ്രിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഓൾറെഡി ജയിലിനുള്ളിലുള്ള ആളായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ക്രൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്തിട്ട് അകത്ത് പോയ വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ സ്പെസിഫിക് മജിസ്ട്രേറ്റിൻ്റെ ഓർഡറിന് ശേഷം ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. മിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനെ കെയർ ചെയ്യാനുള്ളൊരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ടൈപ്സ് ഓഫ് അഡ്മിഷൻ. അതായത് ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് വോളണ്ടറി അഡ്മിഷൻ, സ്വയം ഇച്ഛപ്രകാരം വന്ന് അഡ്മിറ്റാവുന്ന കേസസാണ്. രണ്ടാമത്തത് സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്, അതായത് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ
കൊണ്ടുവരുന്ന കേസസാണ്. മൂന്നാമത്തത് ഒരു ഓർഡർ, റിസപ്ഷൻ ഓർഡർ മൂലം വരുന്നത്. അത് റിസപ്ഷൻ ഓർഡർ ആപ്ലിക്കേഷൻ ഡയറക്റ്റ്ലി ഒരു മജിസ്ട്രേറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് മൂലം ആകാം, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ കൊണ്ടുവന്ന് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പായിട്ട് വരുന്നതാവാം, അല്ലാതെ NGOs സോഷ്യൽ വർക്കേഴ്സ് കൊണ്ടുവരുന്നതാകാം. പിന്നെ ഡീറ്റെയിൽ എൻക്വയറി, ഇൻക്വസ്റ്റിന് ശേഷം ഉള്ള രീതിയിൽ ഒരു ആഫ്റ്റർ ആൻ ഇൻക്വസ്റ്റ്, ദെൻ അഡ്മിഷൻ ആൻഡ് ഡിറ്റൻഷൻ ഓഫ് എ മെൻ്റലി ഇൽ പ്രിസണർ. അപ്പോൾ ഇങ്ങനെയുള്ള 4 രീതിയിലുള്ള അഡ്മിഷൻസ് ആണുള്ളത്. അപ്പോൾ അതിനും ഓരോ രീതിയിലുള്ള ഡിസ്ചാർജ് ക്രൈറ്റീരിയയും കൂടിയാണ് ഉള്ളത്. അപ്പോൾ വോളണ്ടറി ബേസിസിൽ ഉള്ള ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഓഫ് എ സൈക്യാട്രിക് ഹോസ്പിറ്റൽ ഓൺ റെക്കമെൻഡേഷൻ ഫ്രം 2 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, മെയിൻലി സൈക്യാട്രിസ്റ്റാണ്, ക്യാൻ ഇഷ്യൂ ഡയറക്ഷൻ ഫോർ ഡിസ്ചാർജ് ഓഫ് പേഷ്യൻ്റ്. അതായത് പേഷ്യൻ്റ് ഫിറ്റാണ് എന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റ് അവർക്ക് ഡിസ്ചാർജ് അഡ്വൈസ് ചെയ്യുകയും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അത് ഓർഡർ സാങ്ഷൻ ആക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് വോളണ്ടറി അഡ്മിഷനിലുള്ളത്. വോളണ്ടറി അഡ്മിഷൻ വന്ന വ്യക്തിയെ കൂടുതലും സ്വയം തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാതെ അവരുടെ ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അങ്ങനെയുള്ളതാണ് മെയിനായിട്ട് ചെയ്യാറുള്ളതും. ഡിസ്ചാർജ് ഓഫ് പേഷ്യൻ്റ് അഡ്മിറ്റഡ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്, അതായത് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന വ്യക്തി ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു കൺസെൻറ്റ് പോലെ എഴുതി അവരിൽ നിന്നും ഒരു കോൺട്രാക്റ്റ് പോലെ എഴുതി മേടിച്ചതിന് ശേഷം മാത്രമേ പേഷ്യൻറ്റിനെ വിടുകയുള്ളൂ. അതായത് അവരെ പേഷ്യൻറ്റിനെ സേഫാക്കി വെക്കുമെന്നും പേഷ്യൻറ്റിൻ്റെ സൊസൈറ്റീനെ പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ ഉള്ള ഒരു ബോണ്ട് സൈൻ ചെയ്തതിന് ശേഷമേ ഇങ്ങനെയുള്ള പേഷ്യൻ്റ് ഡിസ്ചാർജ് ഉണ്ടാകാറുള്ളൂ. ഡിസ്ചാർജ് ഓഫ് പേഷ്യൻ്റ് അഡ്മിറ്റഡ് ഓൺ റിസപ്ഷൻ ഓർഡർ, an applicant who feel that the patient has recovered from illness may make an application for discharge to the magistrate. അത് മജിസ്ട്രേറ്റ് റിസപ്ഷൻ ഓർഡറിലൂടെയാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ അവർ ഒരു റിക്വസ്റ്റ് ചെയ്യുകയും മജിസ്ട്രേറ്റ് മെഡിക്കൽ ഓഫീസറിനെ ആരെങ്കിലും ഒന്ന് ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇപ്പോൾ ഡിസ്ചാർജിന് അനുയോജ്യമാണോ എന്ന് മനസ്സിലാക്കുകയും ഇഫ് ദ സൈക്യാട്രിസ്റ്റ് എഗ്രീസ് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ് ടൈം ഫോർ ഡിസ്ചാർജ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഈസ് ഏബിൾ ടു ലീവ് ഇൻ ദ സൊസൈറ്റി, നോ നീഡ് ഓഫ് എനി ഫർദർ ഹോസ്പിറ്റലൈസേഷൻ, അങ്ങനെയുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടലൈസേഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓക്കെ ആണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുകയും മെഡിക്കൽ ഓഫീസർ എഗ്രി ചെയ്യുകയും മജിസ്ട്രേറ്റ് അതിനുള്ള ഉത്തരവ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, എ സർട്ടിഫിക്കറ്റ് ഷുഡ് അക്കമ്പനി സച്ച് ആസ് ആൻ ആപ്ലിക്കേഷൻ ഫ്രം ദി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഇത് പറഞ്ഞ കാര്യം തന്നെ, അതായത് സൈക്യാട്രിക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജിൻ്റെ ഡിസ്ചാർജ് ചെയ്യാൻ കുഴപ്പമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. ഇഫ് ദി മജിസ്ട്രേറ്റ് ഡീംസ് ഫിറ്റ് ഹി മേ ഇഷ്യൂ ആൻ ഓർഡർ ഫോർ ഡിസ്ചാർജ്. അതായത് മജിസ്ട്രേറ്റിന് ഇതെല്ലാം ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഹി വിൽ റെക്കമെൻഡ് ഫോർ ഡിസ്ചാർജ് ഓഫ് എ പേഷ്യൻ്റ് അഡ്മിറ്റഡ് ബൈ ദി പോലീസ് ഇൻ കേസ് where the police detain the mentally ill individual in hospital. He may be discharged after the family members agree in writing to take proper care and the medical officer in charge opines that he is fit to be discharged. അതായത് ഒരാൾ ഫാമിലി മെമ്പർ ആരെങ്കിലും ഇവരെ കെയർ ചെയ്യും എന്നുള്ള രീതിയിലൊരു ബോണ്ട് സറണ്ടർ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഡിസ്ചാർജ് പൊതുവെ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഡിസ്ചാർജ് ഓഫ് മെൻ്റലി ഇൽ പ്രിസണർ, അതായത് മെൻ്റലി ഇൽ പ്രിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പ്രിസണറിൽ നിന്നും പോയിട്ടുള്ള വ്യക്തിയായിരിക്കും. രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരാൾ ട്രയൽ അല്ലെങ്കിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അഡ്മിറ്റായിട്ടുള്ള വ്യക്തികളാവാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്ത് ഫർദർ ട്രയലിലേക്ക് വിടുന്നു. അപ്പോൾ ട്രയൽ വിത്ത് സ്റ്റാൻഡ് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നോർമലായിട്ട് അവർ ബിഹേവ് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവിടെ മെഡിക്കൽ ഓഫീസർ ഡിസ്ചാർജ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെ കേസാണ് പേഷ്യൻ്റ് ആയിട്ട്, അതായത് പ്രിസണർ ഒരു പേഷ്യൻ്റായിട്ട് വരിക. അപ്പോൾ തിരിച്ച് അവരെ പുറത്തേക്കല്ല വിടുന്നത്, പ്രിസണിലേക്ക് തന്നെയാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ പീനൽ
കോഡ് നമ്മുടെ IPC പ്രകാരം, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഇങ്ങനെയുള്ള സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് വളരെയധികം പരിഗണനകൾ ഉണ്ട്. കാരണം അവർ ഇങ്ങനെയുള്ള കൃത്യം അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്ന സമയത്ത് അവരൊരു അൺസൗണ്ട് മൈൻഡ് മൂലം ചെയ്തേക്കുന്ന പ്രവൃത്തിയായിരിക്കാം എന്നുള്ളൊരു കൺസിഡറേഷൻ മൂലം അവർക്ക് ശിക്ഷയിൽ ഇളവുകൾ ഒക്കെ പൊതുവെ കൊടുക്കാറുണ്ട്. അത് പലരും മിസ്യൂസ് ചെയ്യുന്ന ഒരു മേഖല കൂടിയതാണ്. അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രൊസീജിയർ. ഇടയ്ക്ക് ലീവ്, പരോൾ അല്ലെങ്കിൽ ലീവ് ഓഫ് ആബ്സെൻസ്, അതായത് കുറച്ച് നാൾ, ഇറ്റ് മീൻസ് ദാറ്റ് ദേ മേ ബി ഗിവൺ സർട്ടൻ ടൈം ലിമിറ്റഡ് ലീവ്, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് പേഷ്യൻറ്റിന് ടു ലീവ് ദി ഹോസ്പിറ്റൽ വിത്ത് ദി പെർമിഷൻ ടു വിസിറ്റ് ഫാമിലി മെമ്പേഴ്സിനെ കണ്ടുവരാനായിട്ട് ഒരു ലീവ് കൊടുക്കുക. ഓൺ ആപ്ലിക്കേഷൻ ബൈ എ റിലേറ്റീവ് ഓർ അതർ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജ് and a bond duly signed stating that the patient will be taken proper care and prevented from injuries, leave of absence may be granted for maximum 60 days. അതായത് 60 ദിവസത്തേക്കാണ് മാക്സിമം കൊടുക്കാറ്. പേഷ്യൻ്റ് വീട്ടിൽ പോകുമ്പോൾ പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുമെന്നും സൊസൈറ്റീനെ പേഷ്യൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ബോണ്ട് സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ, അതായത് പേഷ്യൻ്റ് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഈ ബോണ്ട് സൈൻ ചെയ്തിട്ടുള്ള വ്യക്തി ഉത്തരവാദിയാണ് എന്ന് അക്നോളജ് ചെയ്ത് എഴുതിയാൽ മാത്രമേ അവർ അങ്ങനെയുള്ളൊരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ദീസ് ആർ ദി ടൈപ്സ് ഓഫ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്.